ഹായ് ജിറ്റിഎച്ച്, ഒരു സാധാരണ സിനിമാ പ്രേമി ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഷെയ്ൻ നിഗമിന്റെ തമിഴ് മലയാളം ചലച്ചിത്രം ബൾട്ടി. ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി ശിവലിംഗമാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ് ബൾട്ടി. ഇതൊരു സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നുണ്ടെങ്കിലും, ഇതൊരു കബഡി ഡ്രാമ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അങ്ങനെയല്ല. ഇതൊരു ആക്ഷൻ ഡ്രാമയാണ്. 90% ആക്ഷൻ ഡ്രാമയാണെന്ന് പറയേണ്ടി വരും. കബഡി ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. ഈ കൂട്ടുകാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീം മാത്രമാണ് കബഡി. ഇത് ശരിക്കും സൗഹൃദത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ചതിയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ബൾട്ടി. ഷെയ്ൻ നിഗമിനെ കൂടാതെ ഇതിലെ വില്ലന്മാരെയാണ് എടുത്തു പറയേണ്ടത്. ഷെയ്ൻ നിഗമിനെ കൂടാതെ പ്രീതി അസ്രാണിയൊക്കെ അഭിനയിക്കുന്നുണ്ട് കാവേരി കഥാപാത്രമായി, കാമുകിയായി. ഷെയ്ൻ നിഗം കഥാപാത്രത്തിന്റെ കാമുകിയായി. ഷെയ്ൻ നിഗത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ഉദയൻ എന്നാണ്. ഉദയനും കാവേരിയും. കാവേരിക്ക് ചെറിയ റോളൊക്കെ ഉള്ളൂ ഇതിനകത്ത്, ക്യാരക്ടറിന് ചെറിയ റോളൊക്കെ ഉള്ളൂ. ഇതിന്റെ ക്യാരക്ടറൈസേഷൻ മുഴുവൻ ഇരിക്കുന്നത്, ക്യാരക്ടേഴ്സ് നല്ലോണം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വില്ലന്മാരുടെയാണ്, നെഗറ്റീവ് റോൾസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെയാണ്. അതിലെടുത്ത് പറയുന്നത് ഷെൽവരാഘവന്റെ പോർ താമരൈ ഭൈരവൻ. എക്സലൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഷെൽവരാഘവനും. ക്യാരക്ടറിന്റെ ഒരു ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങും ഒക്കെ, സ്വഭാവമൊക്കെ നല്ലപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എനാക്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട് ശിവരാഘവൻ. പോരാത്തതിന് അൽഫോൺസ് പുത്രൻ സോഡ ബാബുവായിട്ട്, ഒരു സോഡ കമ്പനി നടത്തുന്ന ആളാണ്. അത് കൂടാതെ പൂർണിമ ഇന്ദ്രജിത്ത് ജി മാ ആയിട്ട്, ഗൗരിയാണ് ജി മാ. അതെ, അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ക്യാരക്ടറൈസേഷനൊക്കെ വളരെ നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ എനാക്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പേരും, എസ്പെഷ്യലി ഷെൽവരാഘവൻ. ഇവർ മൂന്നൊരു ഫിനാൻസിയേഴ്സ് ആണ്. പാലക്കാടുള്ള, അല്ലെങ്കിൽ തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഫിനാൻസിയേഴ്സ് ആണ് ഈ മൂന്ന് പേര്. ഇവർ തമ്മിലുള്ള മത്സരവും വാശിയും വെട്ടും കുത്തും എനിമിറ്റിയൊക്കെയാണ് ഈ കഥയുടെ മെയിൻ തീം. അതിൽ പെട്ടുപോകുന്നതാണ് ഈ നാല് ചെറുപ്പക്കാർ. അതിൽ മെയിൻ ആളാണ് ഷെയ്ൻ നിഗമിൻ്റെ ഉദയൻ. ഷെയ്ൻ നിഗം പലപ്പോഴും കൊള്ളാം, പലപ്പോഴും ചിലപ്പോഴൊക്കെ ഉഗ്രനാണ്. പക്ഷേ അദ്ദേഹം ഓവർ ഷാഡോ ചെയ്തപ്പെട്ടു. കാരണം ഷെൽവരാഘവന്റെ ഫാന്റാസ്റ്റിക് പെർഫോമൻസിലൂടെ. ഷെൽവരാഘവൻ കലക്കിയിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഷെൽവരാഘവൻ നമുക്കൊരു പേടിയോടെ തന്നെ വാച്ച് ചെയ്യേണ്ടി വരും. പുള്ളിയുടെ മാനറിസംസും ആക്ടിങ്ങും ഒക്കെ കലക്കനാണ്. പൂർണ്ണമായും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അൽഫോൺസ് പുത്രൻ വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആക്ഷനൊക്കെ ഒരു സർപ്രൈസ് ചെയ്തു. പുള്ളിക്ക് ഇത്ര നല്ല ആക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചിരുന്നില്ല. സായി അഭയങ്കറിന്റെ മ്യൂസിക് നല്ലതാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നല്ലതാണ്. പലപ്പോഴും നല്ലപോലെ സിനിമ ഉയർത്തുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സായി അഭയങ്കറിന്റെ ആദ്യത്തെ പടമാണെന്ന് എൻ്റെ വിശ്വാസം. അത് ഇറങ്ങുന്ന പടമാണ് അറ്റ്ലീസ്റ്റ്. ഇതിലെ ജാലക്കാരി എന്ന പടം ഇതിനോടകം തന്നെ വളരെ ഹിറ്റായ പാട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല പാട്ടാണ്. ആ റൊമാൻറ്റിക് ആംഗിളിന് വളരെ ചെറിയൊരു പ്രസക്തി ഈ പടത്തിനുള്ളൂ. എങ്കിലും അത് കുറച്ചുകൂടെ ഡെവലപ്പാക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതൊരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ റിവെഞ്ച് ഡ്രാമ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികൾ ഇതിനുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ തന്നെ അവസാനിക്കൂ. എങ്കിലും ഉള്ളതിൽ വെച്ച് അവർ നല്ലപോലെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ 15 മിനിറ്റുള്ള ആക്ഷൻ പീസ് വളരെ നല്ലതാണ്. ആക്ഷൻ സീക്വൻസ് നല്ലതാണ്. RDXനൊന്നും അത്രയും വരത്തില്ലെങ്കിലും നല്ല ആക്ഷൻ സീക്വൻസസ് ആണ് അതിലുള്ളത് ഉടനീളം. പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് 15 മിനിറ്റത്തെ നല്ല ആക്ഷൻ സീക്വൻസ് ആണ്. ഒരു ആവറേജ് മൂവി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതിന് ഒരു എക്സലന്റ് എൻഡിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ണി ശിവലിംഗം. 3 stars out of 5 for Balti.